ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വർക്ക് ചെയ്യാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറയുന്നുണ്ട്, അതോടൊപ്പം പേഴ്സണൽ ആയിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നതും ക്വാളിറ്റീസ് എന്ന് പറയുന്നതും രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്റ്റിൽ നിങ്ങൾ തിങ്ക് ചെയ്യുക. ഒന്നാമത്തത്, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേം. സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിറ്റർ എന്ത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം? ഹി മസ്റ്റ് ബി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് അല്ലെങ്കിൽ ICAIയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഓഡിറ്റ് ചെയ്യാൻ, എസ്പെഷ്യലി ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതർ ഫോംസ്, അതായത് ഇപ്പോ സോൾ ട്രേഡറുടെ ഒക്കെ പിന്നെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ, ഓഡിറ്റ് ചെയ്യാൻ CA കാരൻ തന്നെ വേണമെന്നില്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ വേണമെന്നില്ല. അത് നമ്മൾ നോർമൽ ആയിട്ട് അതിന് സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യാവുന്നതാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ നിർബന്ധമായിട്ടും ലീഗൽ ആയിട്ട് തന്നെ റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ, അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു CA കാരന് മാത്രമേ ഉള്ളൂ. അപ്പൊ മിനിമം നമ്മൾ പറഞ്ഞാൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CA കാരനായിരിക്കാന്നുള്ളത്. നീ വെറും CA കാരനായാൽ മതിയോ? പോരാ. അതിന്റെ കൂടെ സബായിട്ട് കുറച്ച് കാര്യങ്ങളുടെ ഞാൻ എന്താന്ന് പറയാം, സ്ലൈഡും കാണിച്ചു തരാം. പിന്നെ നമുക്കുള്ള പറയാനുള്ളത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്നാണ് പറയുക. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിനെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ്. ക്വാളിഫിക്കേഷൻ എന്നത് ഇവിടെ നമ്മളൊരു അക്കാഡമിക് ഏതെങ്കിലും ഒരു കോഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, നോളജ് ആൻഡ് സ്കിൽ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ പ്രൊഫഷണൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. അതിന്റെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിനുകളിലുള്ള, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലുള്ള, അതായത് ഓഡിറ്റ് ചെയ്യുന്ന ഒരാള് അയാൾ നിർബന്ധമായിട്ട് കുറെ ടോപ്പിക്കുകൾ, കുറെ സബ്ജക്റ്റുകളിൽ അയാൾ മാസ്റ്റർ ആയിരിക്കണം, കുറെ സബ്ജക്റ്റുകളിൽ അയാൾക്ക് നോളജ് ഉണ്ടായിരിക്കണം, അതിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പോ അത് ഏതൊക്കെ മേഖലയിലാണെന്നുള്ളതാണ് നമ്മൾ ഏതിൽ പറയുന്നത്? പ്രൊഫഷണൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നുള്ള മേഖലയിൽ പറയുന്നത്. മൂന്നാമതായിട്ട് വേണ്ടത് പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. പേഴ്സണൽ ക്വാളിറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. ജനറൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പ്രൊഫഷണലിന് ഉണ്ടാവേണ്ട പേഴ്സണൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം സത്യസന്ധത, വിനയം, നമ്മള് പൊളൈറ്റ്നെസ് ഒക്കെ പറയില്ലേ, കേർട്സി, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നല്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതല്ലെങ്കിൽ നല്ല എന്താ പറയാ ഗ്രാസ്പിംഗ് പവർ, ലിസണിങ് സ്കില്ല്, ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല്, ഇങ്ങനെ കുറെ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു ഓഡിറ്റർക്ക് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. ഇതാണ് നമുക്ക് പറയാം. ക്വാളിഫിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് മൂന്ന് പ്രധാനപ്പെട്ട ഹെഡിലാണ്: സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിറ്റീസ്, ജനറൽ പേഴ്സണൽ ക്വാളിറ്റീസ്. അതിലുള്ള ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ and partnership. The law has not prescribed any qualification for an auditor. However, in the case of auditors of the joint stock companies, the auditor must be a chartered accountant within the meaning of Chartered Accountant Act 1949. He must pass Chartered Accountant examination, CA examination conducted by the Institute of Chartered Accountants of India, ICAI. അത് ആ എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ടായിരിക്കണം. And to be entitled to practice, a chartered accountant should obtain a certificate of practice. ICAIയുടെ എക്സാമിനേഷൻ പാസ്സായാൽ മാത്രം പോരാ, he should get the certificate of practice from the ICAI. ICAI എന്ന് പറയുന്നത്
ഈ CA-യുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ a person is regarded as an associate member of institute. ആ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ICAI-യുടെ അസോസിയേറ്റ് മെമ്പർ, അത് നമ്മൾ ACA എന്നാണ് പറയാം. നമ്മളിപ്പോ MBBS കഴിഞ്ഞ ഒരാളെ ഡോക്ടർ എന്ന് വിളിക്കുന്ന പോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ ACA എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓഡിറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ആൾ നിർബന്ധമായിട്ടും അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം. ഇൻ ദി ICAI മെമ്പർ ആയിരിക്കണം. അപ്പൊ മാത്രമേ അയാളുടെ പേരിന്റെ കൂടെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ACA എന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് അനദർ addition is there an associate in continuous practice in India. അയാൾക്ക് ലാസ്റ്റ് 5 yearsൽ ഇന്ത്യയിൽ 5 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. ദെൻ എന്താ പറയാ, അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. he should obtain the FCA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെലോ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യ എന്നാണ്. ഫെലോ ഓഫ് പിന്നെ ICAI. ഒരു ഫെലോ എന്ന് പറയുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇത്ര വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ICAI-യുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. he can be enrolled as a fellow of the institute, fellow of the ICAI, and is entitled to use the letter FCA after his name. അയാളുടെ പേരിന്റെ കൂടെ അയാൾക്ക് എന്തുകൂടി ഉപയോഗിക്കാം, FCA എന്ന് കൂടി ഉപയോഗിക്കാം. അപ്പോ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം അക്കാഡമിക്കലായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ CA എക്സാമിനേഷൻ പാസ്സായിരിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം, അദ്ദേഹം ഒരു ഫെലോ മെമ്പർ ആയിരിക്കണം. ഫെലോ മെമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ FCA ഉണ്ടായിരിക്കണം. ദെൻ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം, ACAI-യുടെ ACA ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കമ്പനിയുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. പ്രൊഫഷണൽ ക്വാളിറ്റീസ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ അങ്ങനെ പറയാത്തത് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, നമ്മൾ CA എന്ന് പറയുന്ന പോലത്തെ ക്വാളിഫിക്കേഷൻ അല്ല ഇത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ ക്വാളിറ്റീസിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, he has some skills in some areas. ഏതൊക്കെ ഏരിയയിലാണ് അദ്ദേഹത്തിന് സ്കില്ല് വേണ്ടത്? പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ഓഡിറ്റർ must have a complete and thorough knowledge of the principles, theory and practice of accountancy, and he should have a thorough knowledge in various legislations പറഞ്ഞാൽ ലോയിലാണ് റിഗാർഡിംഗ് എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടുകളിൽ കമ്പനീസ് ആക്ടിനെ കുറിച്ച് അറിയണം, പാർട്ട്ണർഷിപ്പ് ആക്ടിനെ കുറിച്ച് അറിയണം, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആക്ടിനെ കുറിച്ച് അറിയണം, സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ടിനെ കുറിച്ച് അറിയണം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിനെ കുറിച്ച് അറിയണം, അതേപോലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അറിയണം. ഇത് മാത്രമല്ല, ഇതേപോലെ ഇയാള് വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഏതെല്ലാം തരത്തിലുള്ള ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോവാറുണ്ടോ അത്തരം ലീഗൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള അതിന്റെയൊക്കെ ആക്ടുകൾ എന്ത് ചെയ്യണം, അയാൾക്ക് തറോ നോളജ് ഉണ്ടായിരിക്കണം. തേർഡ് വൺ, an auditor should have a thorough knowledge in the techniques of auditing. ഓഡിറ്റിംഗ് ആണ് അയാൾ ചെയ്യാൻ പോണത്. ടെക്നിക്സ് എന്തൊക്കെയാണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം, ടെക്നിക്സ് ഓഫ് ഓഡിറ്റിംഗ് തറോ നോളജ് ഉണ്ടായിരിക്കണം. he should be fully aware of new changes and development in the principles and practice of auditing. ഓഡിറ്റിംഗിന്റെ പിന്നെ സ്റ്റാൻഡേർഡ്സും അഷുറൻസും ഒക്കെ ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളായിരിക്കണം. അത് ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന ആളായിരിക്കണം. അതിലുള്ള അപ്ഡേഷൻസ്, ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ്സും അറിയുന്ന ആളായിരിക്കണം. 3 കാര്യങ്ങൾ പറഞ്ഞു. അക്കൗണ്ടൻസിയിലുള്ള നോളജ്, ഡിഫറെന്റ് ആക്ടുകളിലുള്ള നോളജ്, ദെൻ മൂന്നാമത്തത് ഓഡിറ്റിംഗിന്റെ പ്രിൻസിപ്പിൾസിലും ടെക്നിക്സിലും ഒക്കെ ഉള്ള നോളജ്, ആൻഡ് ദെൻ ഫോർത്ത് വൺ, the auditor must be familiar with the computer accounting and the automatic machine devices used in office. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു കമ്പനിയിലുള്ള ഏതെല്ലാം തരത്തിലുള്ള കമ്പ്യൂട്ടർ പിന്നെ ഡിവൈസസ്, ഓട്ടോമാറ്റിക് മെഷീൻ ഡിവൈസസ് ഉണ്ടോ അതൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള മിനിമം ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ആൻഡ് ഈ ഷുഡ് ഹാവ് നോളജ് ഇൻ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ മാത്രം അറിവുണ്ടായാൽ പോരാ, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. ദെൻ അഞ്ചാമത്തത്, ഇൻ അഡീഷൻ ടു ദി നോളജ് ഓഫ് കമേഴ്ഷ്യൽ ലോസ്. കമേഴ്ഷ്യൽ ലോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ലോസ്. അതിന് പുറമെ an auditor should have a thorough knowledge in the various provisions related to the income tax, wealth tax, VAT. ഇവിടെ പറയാത്ത സാധനം നമ്മളിപ്പോ പുതിയ ന്യൂ ആയിട്ട് അറൈസ് ചെയ്തിട്ടുള്ള GST, പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള നോളജ്, അതിന്റെ ലോയിനെ കുറിച്ചിട്ടുള്ള നോളജ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. An auditor should be
ഫെമിലിയർ വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിലുള്ള നോളജ് ആണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ അക്കൗണ്ടൻസിയിൽ പറഞ്ഞു, പിന്നെ കമേഴ്സ്യൽ ലോസ് ഡിഫറെന്റ് ആയിട്ട് അറിയണമെന്ന് പറഞ്ഞു, ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞു, ദെൻ ടാക്സിലുള്ള നോളജിനെ കുറിച്ചിട്ട് പറഞ്ഞു, ദെൻ എക്കണോമിക്സിൽ അയാൾക്ക് എന്തായിരിക്കണം, നല്ല തറോ നോളജ് ഉണ്ടായിരുന്നു. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ totally related with the economic affairs. Okay, auditor should familiar with the principles of economics and economic laws because a business has to work within some specific economic laws and social environment and it influence is viable in the business. ഈ എക്കണോമിക് ആയിട്ടുള്ള ആസ്പെക്ടുകളിൽ അദ്ദേഹത്തിന് നല്ല നോളജ് ഉണ്ടായിരിക്കും. കാരണം ബിസിനസ് എല്ലായ്പ്പോഴും എക്കണോമിക് റിലേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എക്കണോമിക് ആസ്പെക്ട്സിലുള്ള നോളജ് അല്ലെങ്കിൽ അതിലുള്ള ഫെമിലിയാരിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം, ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. Then the auditor should have knowledge in statistics. Okay, economics പറഞ്ഞു, statistics, mathematics, which will help him to deal with complicated problems. എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗിന്റെ സമയത്തുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എക്സെട്ര ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലും മാത്തമാറ്റിക്സിലും തറോ നോളജ് ഉണ്ടായിരിക്കണം. Then he must study important judgment in the audit cases. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ ആ അഡ്വക്കേറ്റ് എന്നുള്ള എൻറോൾമെന്റ് കിട്ടിയാൽ മാത്രം പോരാ, he should study some cases. നമ്മൾ നടന്നു കഴിഞ്ഞ ചില കേസസിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ ഇവിടെയും എന്തുണ്ടായിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകൾ ഉണ്ടാവും. ഓഡിറ്റ് കേസുകളിലുള്ള ജഡ്ജ്മെന്റുകൾ ഉണ്ടായിരിക്കും, കോടതികളുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ട് ആർക്ക് പിന്നെ അറിവുണ്ടായിരിക്കണം, ഓഡിറ്റർക്ക് അറിവുണ്ടായിരിക്കണം. അതിന് പുറമെ ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഒരു ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ലാബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അതറിയാൻ ഇത്തരത്തിലുള്ള ലോ ഏത് ജഡ്ജ്മെന്റ് അബൌട്ട് ദി ഓഡിറ്റ് കേസസ്, ആ ഓഡിറ്റ് കേസസിലുള്ള ജഡ്ജ്മെന്റുകളൊക്കെ സ്റ്റഡി ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ലാബിലിറ്റീസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. Then an auditor should have a good knowledge in business organization and financial administration and industrial management. എന്ന് പറഞ്ഞാൽ അത് ബിസിനസിനെ കുറിച്ചിട്ടുള്ള കോമൺ നോളജ് ആണ്. അതായത് ഗുഡ് നോളജ് ഇൻ ബിസിനസ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അതേപോലെ അവിടെയുള്ള നാച്ചർ ഓഫ് ദി ബിസിനസ് എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അവരുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ആർക്ക് അറിഞ്ഞിട്ടുണ്ടാവണം, ഒരു ഓഡിറ്റർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് പറയുന്ന പ്രൊഫഷണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് ഹാവ് നോളജ് ഓൺ ദി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദി ബിസിനസ് അണ്ടർ ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുന്ന ബിസിനസിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിനെ കുറിച്ചിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് അതെല്ലാം അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയയിലുള്ള നോളജ് ആൻഡ് സ്കില്ലാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആദ്യം മുതൽ അവസാനം വരെ, അക്കൗണ്ടൻസി മുതൽ നമ്മൾ ലാസ്റ്റ് ടെക്നിക്കൽ സ്കില്ല് വരെ പറഞ്ഞത് ഡിഫറെന്റ് ഏരിയ, എക്കണോമിക്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ, അതേപോലെ ഓഡിറ്റിംഗ് ടെക്നിക്സിൽ, ലോസിൽ, അതേപോലെ ബിസിനസ് ലോസിലും അതിന്റെ പുറമെ ടാക്സ് ലോസിലും, ഇങ്ങനെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇപ്പോ പറഞ്ഞത്. നമുക്ക് ലാസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റീസ് പറയുന്നത് ജനറൽ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. ഇത് ഓരോന്നും നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, കാരണം സെൽഫ് എക്സ്പ്ലെയിൻഡ് ആണ്. പേഴ്സണൽ ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കുറെ ആഡ് ചെയ്ത് പറയാനൊക്കെ പറ്റും. ഞാൻ കുറച്ച് ഒരു 14 ഇവിടെ നമ്മൾ സാധാരണ ഒരു പ്രൊഫഷണൽ ഉണ്ടാവേണ്ട ചില ക്വാളിറ്റീസ്, അതിൽ ഓഡിറ്റർ എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പറഞ്ഞത് ഹോണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശ്വസ്തത ഉണ്ടായിരിക്കണം, ആളുകൾക്കിടയിൽ ഒരു മതിപ്പുള്ള ആളായിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളതരം ചെയ്യുന്ന ആളാണ്, കറപ്റ്റഡ് ആണെന്ന് തോന്നുന്ന ആളാവാൻ പാടില്ല. ഈ ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. ടാക്ട്ഫുൾനെസ് ഉണ്ടായിരിക്കണം, സത്യസന്ധനായിരിക്കണം, മറ്റുള്ളവരോട് കളവും ചതിയൊന്നും ചെയ്യുന്ന ആളാവാൻ പാടില്ല. ടാക്ട്ഫുൾനെസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഷുഡ് ബി വിജിലൻസ് ഉണ്ടായിരിക്കണം. വിജിലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോഷനാണ്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളായിരിക്കണം, വിജിലന്റ് ആയിരിക്കണം.
പിന്നെ എൻക്വയറി മൈൻഡ്, ഒരു എൻക്വയറി മൈൻഡ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ സസ്പീഷ്യസ് ആവാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. എൻക്വയറി മൈൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സംശയത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്. അത് എല്ലാം തെറ്റാണ്, എല്ലാം കുഴപ്പക്കാരാണ്, എല്ലാവരും കള്ളന്മാരാണ് എന്ന രീതിയിൽ സസ്പീഷ്യസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. മെത്തോഡിക്കൽ മെത്തോഡിക്കൽ എന്ന് പറഞ്ഞാല് പല കാര്യങ്ങളിലുള്ള ഡീപ്പായിട്ടുള്ള നോളജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡീപ്പായിട്ടുള്ള ഇൻഡെപ്ത് നോളജ് ആണ് ഉദ്ദേശിക്കുന്നത് മെത്തോഡിക്കൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാ കാര്യങ്ങളിലും ഒരു മെത്തോഡിക്കൽ ആയിരിക്കണം അയാൾ. ദെൻ കെയർ ആൻഡ് സ്കിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കില്ല് പറഞ്ഞു. അതിന് പുറമെ പേഴ്സണൽ സ്കില്ലുകൾ കുറെ ഉണ്ട്, ലീഡർഷിപ്പ് പോലെയുള്ള, അതേപോലെ പിന്നെ ഇന്റർപേഴ്സണൽ സ്കില്ല് പോലെയുള്ള കുറെ സ്കില്ലുകൾ ഉണ്ട്. ആ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. നല്ല കെയർ ഉണ്ടായിരിക്കണം, ഡെലിഗന്റ് ആയിരിക്കണം. അതേപോലെ ഡെലിഗന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കൂർമ്മ ബുദ്ധിയുള്ള, അതല്ലെങ്കിൽ നല്ല കാര്യശേഷിയുള്ള, കർമ്മശേഷിയുള്ള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം, നല്ല ഊർജ്ജസ്വലതയുള്ള എന്നൊക്കെ പറയാം. അതാണ് ഡെലിഗൻസ് എന്ന് പറഞ്ഞാൽ. ഡെലിഗന്റ് ആയിരിക്കണം. ദെൻ ജഡ്ജ്മെന്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. ദെൻ റെസ്പോൺസിബിൾ ആയിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അയാള് ഏതെങ്കിലും ഒരാളുടെ ആളായിട്ട് പാർഷ്യാലിറ്റി കാണിക്കുന്ന ആളാവാൻ പാടില്ല. കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. ദെൻ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അവിടെ റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ രണ്ടുണ്ടായിരിക്കണം. കാരണം ഓഡിറ്ററുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എബിലിറ്റി ടു വർക്ക് ഹാർഡ്, നല്ല ഹാർഡ് വർക്കിംഗ് മൈൻഡ് ആയിരിക്കണം. പേഷ്യൻസ് ഉണ്ടായിരിക്കണം, കേഴ്സി ഉണ്ടായിരിക്കണം, നല്ല വിനയമുള്ള ആളായിരിക്കണം. ദെൻ എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. കാരണം ഒരു ബിസിനസിനെ സംബന്ധിച്ചിട്ടുള്ള അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരുപാട് ബിസിനസ് സീക്രട്ടുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഇങ്ങനെ പുറത്ത് പറഞ്ഞു നടക്കുന്ന ആളാവാൻ പാടില്ല. 3 പ്രധാനപ്പെട്ട ഹെഡിലാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചത്. അതിൽ എന്തൊക്കെ വേണം നമ്മൾ പറഞ്ഞു, CA, ACA, FCA, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന്റെ കൂടെ ഓർത്തു വെക്കുക. ദെൻ നമ്മൾ അതിന്റെ കൂടെ കുറെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിനുകളിലുള്ള അക്കൗണ്ടിങ്ങിലും എക്കണോമിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും മാത്തമാറ്റിക്സിലും ടെക്നിക്കൽ സ്കില്ലിലും ഓഡിറ്റിംഗ് ടെക്നിക്സിലും ഇങ്ങനെയുള്ള ലോസിലും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹെഡിങ്ങുകളിലുള്ള ടോപ്പിക്കുകളിലുള്ള അവഗാഹം, അതിലുള്ള സ്കിൽ ആൻഡ് നോളജ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ പേഴ്സണൽ ക്വാളിറ്റീസിൽ ഒരാൾക്ക് ഉണ്ടാവേണ്ട, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പേഴ്സണിന് ഉണ്ടാകേണ്ട, ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ CA ഒരു ആളെ കുറിച്ച് നമുക്ക് ഒരു മതിപ്പ് ഉണ്ടാകുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള, നല്ല പേഴ്സണൽ ക്വാളിറ്റീസ് ഉള്ള ഒരാളെ കൂടി ആയിരിക്കണം ഒരു ഓഡിറ്റർ എന്ന് നമ്മൾ കണ്ടു. ദീസ് ആർ ദ qualities and qualifications of an auditor.